ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ദ പ്രൊഡക്റ്റ് ഓഫ് വേണൂസ് ഏജ് 5 years ago വിത്ത് ഹിസ് ഏജ് 9 years later ഈസ് 15. ഫൈൻഡ് വേണൂസ് പെർസെൻറ്റേജ്. അതായത് 5 വർഷം മുമ്പുള്ള വേണുവിൻ്റെ വയസ്സും 9 വർഷം കഴിഞ്ഞിട്ടുള്ള വേണുവിൻ്റെ വയസ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് 15ആണ്, 15ആണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഏജ് എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം എഴുതേണ്ടത് ലെറ്റ് എക്സ് ബി വേണൂസ് പെർസെൻറ്റേജ്. ഓക്കെ, ഇനി അവരെന്താ 5 years ago കണ്ടീഷൻ എന്താ? വേണൂസ് ഏജ് എന്തായിരിക്കും? ഇപ്പം എൻ്റെ വയസ്സ് 30. 5 വർഷം മുമ്പ് എന്തായിരിക്കും എൻ്റെ വയസ്സ്? 30 - 5. അതായത് ഇപ്പം എക്സ് 5 വർഷം മുമ്പ് എന്തായിരിക്കും? x - 5. അതാണ് കൺസിഡർ. വേണൂസ് ഏജ് എന്ന് പറഞ്ഞാൽ x - 5 ആയിരിക്കും. ഓക്കെ ആണല്ലോ? ഓക്കെ. 9 years later, അതാണ് അടുത്ത കണ്ടീഷൻ. 9 years later ആകുമ്പോൾ വേണൂസ് ഏജ് എന്തായിരിക്കും? വേണൂസ് ഏജ് എന്തായിരിക്കും? എക്സ് പ്ലസ് എന്തായിരിക്കും? 9 ആയിരിക്കും. അവരെന്തോ പറഞ്ഞിരിക്കുന്നത്? അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത്? 5 വർഷം മുമ്പുള്ള വേണുവിൻ്റെ ഏജും 9 വർഷം കഴിഞ്ഞുള്ള വേണുവിൻ്റെ ഏജും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് 15 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അനീറ്റയാണോ കയറിയേ? ഹലോ, ആരോണാണോ കയറിയ? ഇപ്പം അല്ല. ഓക്കെ, അപ്പോൾ ഇതാണ് കണ്ടീഷൻ അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ. ഇനി എന്ത് ചെയ്താൽ മതി? ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കാൻ പറ്റത്തില്ലേ? എന്തുവാ? x × x + 9 - 5 × x + 9 = 15. അങ്ങനെയാണെങ്കിൽ x² ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. x² + 9x ഇതിനെ അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. -5x - 45 = 15. അങ്ങനെയാണെങ്കിൽ x² + 9x 9x - 15 എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അവിടെ വേണമെങ്കിൽ 4x എന്ന് എഴുതാം അല്ലേ? x² + 4x - 45, ഈ 15നെയും കൂടി ഇങ്ങോട്ട് വന്നു -15 = 0. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? x² + 4x - 60 = 0. ഇനി എന്ത് ചെയ്താൽ മതി? പ്രൊഡക്റ്റും സമ്മും വെച്ച് കണ്ടുപിടിച്ചാൽ മതി ഇല്ലേ? ഇവിടെ a എന്താ? a1, b എന്താ? 4, c എന്താ? -60 ആണല്ലോ. നമുക്കറിയാം പ്രൊഡക്റ്റ് കണ്ടുപിടിക്കണമെങ്കിൽ a × c എന്ന് പറയുമ്പോൾ 1 × -60 = -60. സം എന്താ? സം b എന്ന് പറയുമ്പോൾ 4. ഡാഷ് × ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് -60 കിട്ടണം. ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയും കിട്ടണം? 4ഉം കിട്ടണം. അപ്പോൾ എത്ര? 15 × 4. ഇവിടെ എന്തെങ്കിലും തെറ്റുണ്ടോ? ഇല്ല. ഓക്കെ, ഏതൊക്കെ നമ്പർ പറ്റും? 10 × 6 പറ്റത്തില്ലേ? ഇല്ലേ? 10 × 6 ചെയ്യുമ്പോൾ നമുക്ക് 60 കിട്ടണം. 10 + 6 ചെയ്യുമ്പോൾ നമുക്ക് 4 കിട്ടത്തില്ല, അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഈ 6ന് മൈനസ് ഇട്ടാൽ മതി. ശരിയല്ലേ? അങ്ങനെയാണ് നമുക്ക് x² + 10x - 6x - 60 = 0 എന്ന് കൊടുക്കാം. ഇവിടെ നിന്ന് x കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 10, അതായത് ഇവിടെ ഒന്ന് ഗ്രൂപ്പ് ചെയ്തിട്ട്, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് -6 കോമൺ എടുത്തു കഴിഞ്ഞാൽ x + 10 വീണ്ടും വരുന്നു. വീണ്ടും ഇവിടെ നിന്ന് രണ്ടിൽ നിന്നും x + 10 കോമൺ എടുക്കുകയാണ്. x + 10 കോമൺ എടുത്തു കഴിഞ്ഞാൽ x - 6 = 0. ഇനി ഇവിടെ ഒന്ന് രണ്ടും സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കുകയാണ്. x + 10 = 0, x -10. ഇവിടെ x - 6 = 0, x +6. ഒരിക്കലും ഏജ് എന്താവത്തില്ല? നെഗറ്റീവ് ആവത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്താ എടുക്കേണ്ടത്? എക്സിൻ്റെ വാല്യൂ എന്തെടുക്കണം? 6 എടുക്കണം. അപ്പോൾ പെർസെൻറ്റേജ് എന്തായിരിക്കും? 6 ആയിരിക്കും.
അടുത്ത ക്വസ്റ്റ്യൻ. Two natural numbers differ by 1 and their squares have the sum 61. Find the number. ഇത് തന്നെ ചെയ്യണേ. രണ്ട് നാച്ചുറൽ നമ്പർ ഡിഫർ ബൈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ എന്തെന്ന് എടുക്കാം? രണ്ട് നാച്ചുറൽ നമ്പർ ഡിഫർ ബൈ 1 എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നോക്കി, ഒരു നാച്ചുറൽ നമ്പർ 2. അപ്പം അടുത്ത ഡിഫർ ബൈ 1 എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്തായിരിക്കും? അടുത്ത നാച്ചുറൽ നമ്പർ ഇതിൽ നിന്ന് 1 കുറയ്ക്കാമെന്നാണ്. അപ്പോൾ ഇതിൻ്റെ ഈ 1 കുറച്ച് കഴിഞ്ഞിട്ടുള്ള നാച്ചുറൽ നമ്പർ അടുത്ത ഏതാ? 1. അല്ലെങ്കിൽ 3 എടുക്കുവാണെങ്കിൽ അടുത്ത നാച്ചുറൽ നമ്പർ ഏതാ? 2 ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു നാച്ചുറൽ നമ്പറിനെ എക്സ് ആയിട്ടും മറ്റേ നാച്ചുറൽ നമ്പറിനെ x-1 ആയിട്ടും എടുക്കത്തില്ലയോ? ശരിയല്ലേ? y ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പറ്റത്തില്ല. കാരണം എന്താ? ഇത് ഒറ്റ വേരിയബിളേ പറ്റത്തുള്ളൂ. മനസ്സിലായോ? ലീനിയർ ഇക്വേഷൻ ആണെങ്കിൽ രണ്ടെണ്ണം പറ്റും. മനസ്സിലായോ? അപ്പോൾ ഇവിടെ ലെറ്റ് നാച്ചുറൽ നമ്പർ be x and the other number be x-1. അവരുടെ രണ്ടുപേരുടെ എന്താ? and their squares have sum എത്ര? and their squares have sum എന്നാണ് പറഞ്ഞിരിക്കുന്നത്. squares have sum എന്ന് പറയുമ്പോൾ എത്ര? and their squares എന്ന് പറയുമ്പോൾ x-1 square. അതാണ് അതിനുള്ള സ്ക്വയേഴ്സിൻ്റെ സമ്മ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 61 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ വേണം ചെയ്യാൻ. and their squares have the sum, അതിൻ്റെ സ്ക്വയറിൻ്റെ സമ്മ് എന്നതിനർത്ഥം കേട്ടോ. അപ്പം ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്തെന്ന് എഴുതാം? x² പ്ലസ് ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ x² മൈനസ് 2x പ്ലസ് 1 സ്ക്വയർ ഈസ് ഈക്വൽ ടു 61. ഇവിടെ x² 2x² മൈനസ് 2x പ്ലസ് 1 ഈസ് ഈക്വൽ ടു 61. അങ്ങനെയാണെങ്കിൽ ഇത് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് 2x² മൈനസ് 2x പ്ലസ് 1 മൈനസ് 60 ഈസ് ഈക്വൽ ടു 0. അവിടെ നിന്ന് 2x² മൈനസ് 2x പ്ലസ് ഇത് 61 ആണ്. 1 മൈനസ് 61 എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര? 1 മൈനസ് 61 എന്ന് പറയുമ്പോൾ എത്ര? 1 മൈനസ് 61 എന്ന് പറയുമ്പോഴത്തേക്ക് മൈനസ് 60 ആണ്. ഈസ് ഈക്വൽ ടു 0. ഇവിടുന്ന് 2 ഹോം എടുത്ത് വീണ്ടും ചെറുതാക്കാം. x² മൈനസ് x മൈനസ് 30 ഈക്വൽ ടു 0. 2 പോയി, അപ്പുറത്തോട്ട് പോയി, 2 ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് പോയി. ബാക്കി x² മൈനസ് x മൈനസ് 30 ഈസ് ഈക്വൽ ടു 0 ആണല്ലോ. അവിടുന്ന് ഇവിടെ എന്താ? a1 b എന്ന് പറഞ്ഞാൽ -1 c എന്ന് പറഞ്ഞാൽ -30. പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ a ഇൻറ്റു c ചെയ്താൽ മതി. 1 ഇൻറ്റു -30. സം കണ്ടുപിടിക്കാൻ b ആണ്. b എന്ന് പറയുമ്പോൾ -1 ആണ്. ഏത് രണ്ട് നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് -30 അതേ നമ്പർ ഇത് ചെയ്യുമ്പോഴത്തേക്ക് എത്ര? -1 കിട്ടണം. അങ്ങനെയാണെങ്കിൽ നമ്പേഴ്സ് ഡാഷ് ഇൻറ്റു ഡാഷ് ഈസ് ഈക്വൽ ടു -30, ഡാഷ് പ്ലസ് ഡാഷ് ചെയ്യുമ്പോൾ നമുക്ക് -1 എന്ന് തരണം. 6ഉം 5ഉം ചെയ്താൽ മതി അല്ലയോ? അപ്പോൾ 6 ഇൻറ്റു 5 ചെയ്യുമ്പോൾ നമുക്ക് 30 കിട്ടും. പക്ഷേ -30 കിട്ടണമെങ്കിൽ ഇവിടെ എന്ത് ചെയ്യണം? -6 കൊടുക്കണം.
-6 കൊടുത്താലും -5 കൊടുത്താലും 30 ആണ്. പക്ഷേ ഇവിടെ -1 വരണം. അപ്പോൾ ഇവിടെ -ന് 6 കൊടുത്താലേ പറ്റത്തുള്ളൂ. അല്ല, 6-ന് - കൊടുത്താലേ പറ്റത്തുള്ളൂ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവിടെ x² - 6x -1x അല്ല സോറി x² - 6x + 5x + 5x -30 = 0. അങ്ങനെയാണെങ്കിൽ x കോമൺ എടുത്തു കഴിഞ്ഞാൽ x - 6 + 5 കോമൺ എടുത്തു കഴിഞ്ഞാൽ വീണ്ടും x - 6 = 0. വീണ്ടും ഈ രണ്ടിനകത്ത് നിന്ന് x - 6 കോമൺ എടുത്ത് ബാക്കി എന്താ x + 5 which will be equal to 0. അങ്ങനെയാണെങ്കിൽ x - 6 = 0, x = 6, x + 5 = 0, x = -5. ഇതൊക്കെയാണോ ദേവനാരായൺ സന ഒക്കെ ഓക്കെയാണോ? യെസ് സർ. യെസ്. നിരഞ്ജൻ ഓക്കെയാണോ? ആരോൺ? കുഴപ്പമില്ല എന്നുള്ളത് പറയണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അറിയത്തില്ലെങ്കിൽ അറിയത്തില്ല, അറിയാമെങ്കിൽ അറിയാം. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ. എ കാർ കവേഴ്സ് ഇത് ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എ കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് എ കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ് 400 kilometer at a certain speed. Had the speed been 12 kilometer per hour more the time taken for the journey would have been 1 hour 40 minutes less. Find the original speed of car. ഓക്കെ, നോക്കിക്കോ. നമുക്ക് ആദ്യം നോക്കിക്കോ, ക്വസ്റ്റ്യൻ മനസ്സിലാക്കാൻ കൃത്യമായിട്ട്. എ കാർ കവേഴ്സ് എ ഡിസ്റ്റൻസ് ഓഫ്, അതായത് ഒരു കാറ് ഒരു 400 കിലോമീറ്റർ നീളമുള്ള ഒരു ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണ്. ഒരു പർട്ടിക്കുലർ സ്പീഡ്, എത്ര സ്പീഡാണെന്ന് പറഞ്ഞിട്ടില്ല, ഒരു പർട്ടിക്കുലർ സ്പീഡ്. അതിനെ നമുക്ക് ജനറലി എക്സാക്റ്റ് എടുക്കാം. ഓക്കെ, അവർ പറഞ്ഞിരിക്കുന്നത് ഹാഡ് സ്പീഡ് ബീൻ ഇൻക്രീസ്ഡ് 12 km/h മോർ. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡിൽ നിന്നും 12 km/h കൂടുതൽ സ്പീഡിൽ പോയാൽ ടൈം ടേക്കൺ ഫോർ ദ ജേർണി വുഡ് ഹാവ് ബീൻ 1 hour 40 minutes ലെസ്. അതായത് ഞാൻ കുറച്ചുകൂടെ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നേരത്തെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിനും 1 hour 40 minutes മുമ്പ് എനിക്ക് എത്താൻ പറ്റും. ഉദാഹരണം പറയാം, ഞാൻ ഒരു 50 km/h പോയിക്കൊണ്ടിരിക്കുന്നത്, 400 കിലോമീറ്റർ. ഞാൻ 5 മണിക്കൂർ കൊണ്ട് എത്തി എന്ന് വിചാരിക്കാം. എന്നാൽ ഞാൻ 12 കിലോമീറ്റർ സ്പീഡ് കൂട്ടിയിട്ട് 62 km/h പോവുകയാണെങ്കിൽ എനിക്ക് 3 മണിക്കൂറും ഒരു 20 മിനിറ്റും എടുക്കത്തുള്ളൂ. മനസ്സിലായി? അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായി? അത് നമുക്ക് എന്തിലോട്ടാക്കണം? അതിലെ ഇക്വേഷനിലോട്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നോക്കിക്കോ, നമ്മൾ ആദ്യം ചെയ്യാൻ വന്നത് കൺസെപ്റ്റ് മനസ്സിലാക്കിക്കോണം.
അനുഷ്ക ഇന്ന് ടൈം 7:10 കേട്ടോ, 7:10 കയറ്. ഓക്കെ, നോക്കിക്കോളൂ. എന്താ ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്മുടെ ഡിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കുകയാണ്. ആദ്യത്തെ നമ്മുടെ ഡിസ്റ്റൻസ് 400 കിലോമീറ്ററാണ്. 400 കിലോമീറ്റർ. ഓക്കെ, അത് പോയിക്കൊണ്ടിരിക്കുന്ന സ്പീഡ് എക്സ് km/h എന്ന് ഞാൻ എടുത്തു. ഓക്കെ, അപ്പോൾ അവിടെ എടുക്കുന്ന ടൈം എന്തായിരിക്കും? അതിനെ നമുക്ക് T1 എന്ന് എടുക്കാം. ടൈം ഈസിക്കൽ എന്താ നമുക്കറിയാം, സ്പീഡ് ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം ആണെങ്കിൽ ടൈം ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അങ്ങനെയാണ് അതിന് ആദ്യത്തെ ടൈമിനെ T1 എന്ന് എടുത്തു. അതെന്താ? ആദ്യത്തെ ടൈം T1 എന്ന് എടുത്തു. അതെത്ര? T1 എന്ന് പറയുമ്പം അവിടുത്തെ ഡിസ്റ്റൻസ് എത്ര? 400 ഡിവൈഡഡ് ബൈ എക്സ് ആയിരിക്കും ആദ്യത്തെ കേസ്. രണ്ടാമതും അതേ ഡിസ്റ്റൻസ് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ എൻ്റെ സ്പീഡ് x+12 ആണ് അല്ലേ? അപ്പോൾ എൻ്റെ ടൈം T2 വേറൊരു ടൈമാണ് എടുത്തത്. അതെന്താ? ആ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ എത്രയാണ്? x+12. ഓക്കെ ആണല്ലോ. അപ്പം ഈ ടൈമും നമ്മൾ ഈ ടൈം 5 മണിക്കൂർ, ഈ ടൈം എത്രയാണ്? 3 മണിക്കൂർ 40 മിനിറ്റ്, അല്ല 3 മണിക്കൂർ 20 മിനിറ്റ്. ഇത് തമ്മിലുള്ള വ്യത്യാസമാണ് എന്ത്? 1 hour 40 minutes എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ ഇത് തമ്മിലുള്ള അപ്പോൾ നമുക്ക് T1 മൈനസ് T2 ഈസിക്കൽ ടു എന്ത് ചെയ്താൽ മതി? 1 hour 40 minutes എന്ന് എഴുതിയാൽ പോരെ? ഓക്കെ ആണല്ലോ. ഓക്കെ, ഇതാണ് കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങളിത് എന്ത് എഴുതണം? എവിടെ എഴുതണം? നിങ്ങളിത് എഴുതേണ്ടത് ഇങ്ങനെയാണ്. ലെറ്റ് കയറി നോക്കണം 2-3 വയറുണ്ട്. ലെറ്റ് ഇനീഷ്യൽ സ്പീഡ് അല്ലെ ഒറിജിനൽ സ്പീഡ് ഓഫ് കാർ ഡി എന്താണ്? എക്സ് km/h. ഓക്കെ ആണല്ലോ. അപ്പം സ്പീഡ് വിൽ ബി എന്താ? സ്പീഡ് ഈസിക്കൽ എത്ര? സ്പീഡാണ് പറഞ്ഞത്. ഡിസ്റ്റൻസ് എത്രയാണ് ഇവിടെ? ഡിസ്റ്റൻസ് കവേർഡ് എത്രയാണ്? കവേർഡ് ഈസിക്കൽ എത്രയാണ്? 400 കിലോമീറ്റർ. അങ്ങനെയാണെങ്കിൽ ടൈം ടേക്കൺ എത്രയായിരിക്കും? ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ T1 എന്നങ്ങ് എടുക്കാം. T1 ഈസിക്കൽ എത്രയാണ്? ഡിസ്റ്റൻസ് ബൈ എന്തെന്ന് എടുക്കണം? ഡിസ്റ്റൻസ് ബൈ സ്പീഡ് ഇല്ലേ? ശരിയല്ലേ? ടൈം ഈസിക്കൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ് എന്ന് എഴുതുക. എന്നിട്ട് അതിൻ്റെ താഴോട്ട് T1 ഈസിക്കൽ ടു 400/x. അതേപോലെ തന്നെ സ്പീഡ് ഈസ് ഇൻക്രീസ്ഡ്. സ്പീഡ് അല്ലെ ന്യൂ സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും എത്രയാണ്? x+12 km/h ആണ്. അപ്പോഴും ഡിസ്റ്റൻസ് കവേർഡ് എന്ത് തന്നെയാണ്? കവേർഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? 400 തന്നെയാണ്. അവിടുത്തെ ടൈം ടേക്കൺ അവിടെ വേറൊരു ടൈമല്ലേ എടുക്കുന്നത്? ആണോ? അതായത് ആദ്യത്തെ ടൈം തന്നെയാണ് എടുക്കുന്നത്? അല്ല, കുറച്ചേ എടുക്കത്തുള്ളൂ അല്ലേ? ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ അതിനെ T2 എന്ന് എടുക്കാം. അപ്പോൾ എത്രയാണ്? അവിടെയും ഡിസ്റ്റൻസ് ബൈ സ്പീഡ് തന്നെയാണ്. 400 ഡിവൈഡ് ബൈ എന്താ? x+12. അവർ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ടൈം എടുക്കുന്നത് ഇതാണോ? ഇതാണ് എടുക്കുന്നത്. ഇത് കുറച്ച് ടൈമേ എടുക്കത്തുള്ളൂ. അപ്പോൾ ഇവർ തമ്മിലുള്ള ഡിഫറൻസ് എങ്ങനെ എഴുതും? T2 മൈനസ് T1 എന്ന് എഴുതുമോ? T1 മൈനസ് T2 എന്ന് എഴുതുമോ? വലുതാ മൈനസ് ചെറുതെന്നല്ലേ എഴുതുക? വലുത് ഏതാ ഇവിടെ? T1. അപ്പോൾ എഴുതേണ്ടത് അക്കോർഡിംഗ് ടു ക്വസ്റ്റ്യൻ നമുക്ക് എങ്ങനെ എഴുതാം? T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എഴുതാം? 1 hour 40 minutes ആണോ? 1 hour 40 minutes ആണോ? ആണ്. ഈ 1 hour 40 minutes എന്തിലോട്ട് മാറ്റണമെന്നറിയാമോ? എന്തിലോട്ട് മാറ്റണം? ഫ്രാക്ഷനിലോട്ട് മാറ്റണം. എന്നാലേ ഇനിയും പറ്റത്തുള്ളൂ. അപ്പം ഞാൻ T1 മൈനസ് T2 ഈസ് ഈക്വൽ ടു 1 hour 40 minutes ഞാൻ 5/3 hours എന്നാക്കിയാൽ മതി. കാരണം 1 hour 40 1.4 എന്ന് പറഞ്ഞാൽ 5/3 ചെയ്താൽ 1.4 കിട്ടും. അതെങ്ങനെ മാറ്റേണ്ടതെന്ന് അറിയാമോ? മാറ്റേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 hour എന്ന് പറയുമ്പം എത്ര സെക്കൻഡാണ്? 3600. 40 മിനിറ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്ര സെക്കൻഡ് വരും? അങ്ങനെ വരും. ഇങ്ങനെ അല്ലെങ്കിൽ തൽക്കാലം ഇത് നോക്കിയോ.
1/14 5/3 എടുക്കാം. അത് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ്. ഇത് ചെയ്യട്ടെ. 70 അടുത്ത ക്ലാസ്സിനുള്ള സമയമായി, അതുകൊണ്ടാണ്. അപ്പോൾ നോക്കൂ, ഇത് നമുക്ക് എന്തെന്ന് എഴുതാം? ഇത് 400/x എന്ന് എഴുതാം. മൈനസ് ഇവിടെ എന്തെന്ന് എഴുതാം? 400/x + 12 എന്ന് എഴുതാം. ഈസിക്കലും എത്രയാണ്? 5/3 എന്ന് വരുന്നു. LCM എടുക്കുന്നു, ഇതിങ്ങോട്ടും ക്രോസ് ചെയ്യുന്നു, ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്തെന്ന് വരുന്നു? ഇവിടെ നോക്കിയോ, 400 × x + 12 മൈനസ് 400 × x ഡിവൈഡഡ് ബൈ x × x + 12 ഈസിക്കൽ ടു 5/3. വീണ്ടും എന്ത് ചെയ്യുക? ഇത് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇതും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 400x + 12 48 4800 മൈനസ് 400x എന്ന് വരുന്നു. ഡിവൈഡ് ബൈ എന്താണ്? x² + 12x എന്ന് വരുന്നു. ഇതും അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഈസിക്കൽ ടു 5/3. ഈ 400 + 400x മൈനസ് 400x കട്ട് ചെയ്ത് പോകുന്നു. ബാക്കി 4800 ഡിവൈഡഡ് ബൈ x² + 12x ഈസിക്വൽ ടു 5/3. ഇതിങ്ങോട്ടും ക്രോസ് ചെയ്യുമ്പോൾ 4800 × 3 വിൽ ബി ഈസിക്വൽ ടു 5 × x² + 12x. വീണ്ടും 3 24 2 4 12 14 1400 ഈസിക്വൽ ടു 5x² + 60x എന്ന് വരുന്നു. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇവനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ 0 ഈസിക്വൽ ടു 5x² + 60x മൈനസ് 14400 എന്ന് എഴുതാം. അതായത് സിംപ്ലി 5x² + 60x മൈനസ് 14400 ഈസിക്വൽ ടു 0. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? പ്രൊഡക്റ്റും സമം കണ്ടുപിടിച്ചിട്ട് ഇവിടുത്തെ എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. ഇത് ചെയ്ത് നോക്കണം. ഇത് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ 48 ആണ് കിട്ടുന്നത്. 48 km/h ആണ് കിട്ടുന്നത് കേട്ടോ. അത് ചെയ്ത് നോക്കണം. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? തെറ്റുവല്ലുണ്ടോ? ഇല്ലല്ലോ. 12 × 4 12 × 4 48 48 ഓക്കെ, അത് കറക്റ്റാണ്. 12x അതും കറക്റ്റാണ്. 5x² 60x അതും കറക്റ്റാണ്. 24 4 14 അതും കറക്റ്റാണ്. ഓക്കെ, ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സിൻ്റെ വാല്യൂ കിട്ടുന്നത് എത്രയാണെന്നറിയോ? എക്സ്, അതായത് 2 വാല്യൂ കിട്ടും. അതിൽ പോസിറ്റീവ് വാല്യൂ എടുക്കാവും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ 48 km/h ആയിരിക്കും കിട്ടുന്നത്. അത് ചെയ്ത് നോക്കണേ. ഇത് ചെയ്ത് നോക്കാം.